പക്ഷാഘാതം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സാധാരണയായി കാണുന്ന ഒരു വശം തളരുക എന്നുള്ളതാണ്. പക്ഷേ ഏത് ഭാഗത്തേക്കുള്ള രക്തക്കൊഴലുകളാണ് അടയുന്നത് എന്നനുസരിച്ച് ചിലപ്പോൾ ഒരു മരവിപ്പാവാം, ചിലപ്പോൾ ഒരു തളർച്ചയാവാം, ചിലപ്പോൾ ഒരു കാഴ്ചയ്ക്ക് മങ്ങലാവാം, അല്ലെങ്കിൽ ഒരു വശം കാണാതിരിക്കുകയാവാം. അപ്പം അങ്ങനെ പല രീതിയിൽ ഏത് ഭാഗത്ത് നമ്മൾ ബാധിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് രോഗലക്ഷണങ്ങളുണ്ടാവും. സ്ട്രോക്കിന് പ്രധാന കാരണമെന്ന് പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സാണ്. ഏറ്റവും പ്രധാനമായ പുകവലി, പ്രമേഹം, രക്തസമ്മർദ്ദം, ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് കാണുന്നത്. പിന്നെ കൊളസ്ട്രോൾ, അതായത് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക, ഡിസ്ലൈപ്റ്റീമിയ. പിന്നെ ഹാർട്ട് സംബന്ധമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വാൽവിൻ്റെ അസുഖങ്ങൾ, അല്ലെങ്കിൽ ഹൃദയത്തിൽ രക്തക്കെട്ടുകൾ ഉണ്ടാകുന്ന സുഷിരങ്ങൾ, അങ്ങനെ പല കാരണങ്ങളായിട്ട് സ്ട്രോക്ക് ഉണ്ടാകാറുണ്ട്. സ്ട്രോക്കിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന്, സ്ട്രോക്കിൻ്റെ പ്രിവെൻഷൻ, അതായത് സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മുൻകരുതൽ. രണ്ട്, അക്യൂട്ട് സ്ട്രോക്ക് മാനേജ്മെൻറ്റ്, അതായത് സ്ട്രോക്ക് വന്നതിന് ശേഷം ഉള്ള ചികിത്സ. മൂന്ന്, റീഹാബിലിറ്റേഷൻ, അഥവാ ഒരു ഞരമ്പിന് ക്ഷീണം വരിക, പക്ഷാഘാതം അല്ലെങ്കിൽ തളർച്ച വരിക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഫിസിയോതെറാപ്പി, അതുമൂലമുള്ള ചികിത്സ. നാല്, സെക്കൻഡറി പ്രിവെൻഷൻ, ഒരിക്കൽ വന്നതിന് ശേഷം വീണ്ടും വരാതിരിക്കാനുള്ള ചികിത്സ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ചികിത്സയാണ്. നമ്മളിപ്പോൾ ഒരു സ്ട്രോക്ക് വരുന്ന ആൾക്ക്, അതിപ്പോൾ നമ്മൾ ആക്ട് ഫാസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. ഇപ്പം മുഖത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം, ഒരു വശത്തേക്ക് കൂടുക, അല്ലെങ്കിൽ സംസാരത്തിൽ കൊഴിച്ചിൽ അനുഭവപ്പെടുക, അല്ലെങ്കിൽ വശത്തിന് തളർച്ച അനുഭവപ്പെടുക, കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടുക, നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ രോഗികൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് വൈദ്യസഹായം ലഭിക്കേണ്ടതാണ്. കാരണം നമുക്കിപ്പോൾ അറിയാം ഇൻട്രാവീനസ് ത്രോംബോളിസിസ്, അതായത് നമുക്ക് IV കൊടുക്കാവുന്ന ഒരു മരുന്നുണ്ട്, രക്തക്കെട്ട് അലിയിക്കാനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതിനുള്ള വിൻഡോ പീരീഡ് എന്ന് പറയുന്നത് കേവലം 4 മണിക്കൂർ മാത്രമാണ്, അല്ലെങ്കിൽ 4.5 മണിക്കൂറാണ്. പഠനങ്ങൾ നടക്കുന്നുണ്ട്, ആ വിൻഡോ പീരീഡ് കൂട്ടാനുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇപ്പോൾ നമ്മളുടെ ഒരു ഏറ്റവും പൊതുവായി കണക്കാക്കപ്പെടുന്നത് 4.5 മണിക്കൂറിനുള്ളിൽ ഈ മരുന്ന് ഉള്ളിൽ ചെല്ലണം എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രോക്ക് വന്ന രോഗിയെ ഏറ്റവും നമ്മൾ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അടുത്തുള്ള സ്ട്രോക്ക് സെൻറ്റർ, അല്ലെങ്കിൽ ന്യൂറോളജി സൗകര്യമുള്ള, അല്ലെങ്കിൽ ഒരു CT സ്കാനുള്ള ആശുപത്രിയിൽ എത്തിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഇത് ഹെമറേജ് ആണോ, അല്ലെങ്കിൽ രക്തപ്രവാഹമാണോ, അല്ലെങ്കിൽ ഒരു ഇസ്കെമിക് സ്ട്രോക്ക് ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇത്തരം മരുന്നുകൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. നമുക്ക് ആക്ടിലേസ്, ആൾട്ടപ്ലേസ്, അല്ലെങ്കിൽ ടെനക്ടപ്ലേസ്, അങ്ങനെ 2 തരം മരുന്നുകളാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മിക്കവാറും ഇന്ന് കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാത്തരം ഒരു ഇടത്തരം അല്ലെങ്കിൽ മേജർ ആശുപത്രിയിലെല്ലാം തന്നെ ഇത്തരം സൗകര്യങ്ങളുണ്ട്. എവിടെ ന്യൂറോളജിസ്റ്റ് ഉണ്ടോ മിക്കവാറും അവിടെ എല്ലാം തന്നെ ഈ സൗകര്യങ്ങൾ നമുക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം നമ്മൾ മറ്റു കാര്യങ്ങൾ, പ്രിവെൻഷൻ, അല്ലെങ്കിൽ സെക്കൻഡറി പ്രിവെൻഷൻ, റീഹാബിലിറ്റേഷൻ, അതാണ് നമുക്ക് സ്ട്രോക്കിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചികിത്സയായി കണക്കാക്കും. പിന്നെ പ്രിവെൻഷൻ, അതായത് സെക്കൻഡറി പ്രിവെൻഷൻ, അതായത് ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയും. പുകവലി, രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഡിസ്ലൈപ്പിഡീമിയ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്ക്രീനിങ്ങിൽ കൂടി ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. ഉദാഹരണത്തിന് പ്രമേഹമുള്ള ഒരാൾ ഒക്കെ എപ്പോഴും നമുക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയുള്ള ഒരാളാണ്. കാരണം രക്തക്കൊഴലുകൾ അടയാൻ ഏറ്റവും സാധ്യത പ്രമേഹത്തിനാണ്. അപ്പോൾ പ്രമേഹമുള്ളപ്പോൾ നമുക്ക് രക്തക്കൊഴലുകളുടെ അടവുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം കരോട്ടിഡ് ഡോപ്ലർ എന്നുള്ളൊരു ടെസ്റ്റാണ്. നമുക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാനാണ്. അത് നോക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു രക്തപ്രവാഹത്തിന് തടസ്സമൊക്കെ കാണുകയാണെങ്കിൽ നമുക്കതൊരു ഏകദേശം ഒരു വാണിംഗ് ആണ്. അതായത് ഒരു നമുക്ക് പറയുകയാണ് തലച്ചോറിൻ്റെ സ്ട്രോക്ക് ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. പിന്നെ അതുപോലെയുള്ള MRI, ആൻജിയോഗ്രാം, അങ്ങനെയുള്ള പല ടെസ്റ്റുകളും നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് രക്തക്കുഴൽ അടവനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് 70% അടവുണ്ടെങ്കിൽ നമ്മളത് സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ അടവിൽ നീക്കാനുള്ള ശസ്ത്രക്രിയകൾ, അങ്ങനെ പലതും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന്, രക്തക്കൊഴലുകളുടെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ റിസ്ക് ഫാക്ടർ കൺട്രോൾ, കൃത്യമായിട്ടുള്ള പ്രമേഹത്തിന് നിയന്ത്രണം, ഗുളികകൾ, ഭക്ഷണം, വ്യായാമം. പുകവലി നിർത്തുക, തീരെ നിർത്തുക. ഒരു പ്രശ്നങ്ങളില്ലെങ്കിലും പുകവലി സ്ട്രോക്കിനുള്ള ഏറ്റവും വലിയൊരു കാരണം ഒന്നാണ്. കാരണം പുകവലി രക്തക്കൊഴലുകളുടെ
നടുക്കത്തെ, അതായത് ഏറ്റവും നടുക്കത്തെ ആ ഒരു ആവരണം അവിടെ നീരുണ്ടാക്കുകയും അവിടെ നിന്ന് രക്തക്കുഴൽ അടയാൻ കാരണമാക്കുകയും ചെയ്യുന്നു. നമുക്കൊരു ലക്ഷണവും ഇല്ലെങ്കിലും നമുക്കിങ്ങനെ ഉണ്ടാവും. പിന്നെയുള്ളത് ഇപ്പോൾ ഹൃദയത്തിലെ ജന്മനാ ഉണ്ടാകുന്ന ചില സുഷിരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചില ഒരു കാലഘട്ടത്തിൽ അത് അടഞ്ഞു പോകേണ്ടതാണ്. അപ്പോൾ അത് ചിലർ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് എക്കോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ട്രാൻസ്എസോഫേജിയൽ എക്കോ അങ്ങനെയുള്ള പല പരിശോധനകൾ കൂടെ നമുക്കത് കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സകൾ ഇന്ന് നമുക്ക് എല്ലായിടത്തും ഒരുമാതിരിപ്പെട്ട എല്ലാ സെൻറ്ററുകളിലും നമുക്ക് അവൈലബിൾ ആണ്. മൂന്നാമത്തെ നമ്മളുടെ ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നു. അതായത് ഒരു സ്ട്രോക്ക് വന്ന ഒരാൾ അദ്ദേഹത്തെ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഇൻറ്റൻസ് റീഹാബിലിറ്റേഷൻ അതിൽ കൂടി നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഒത്തിരി പുതിയ തരത്തിലുള്ള പല ചികിത്സാ രീതികളും ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ വലിയ നഗരങ്ങളിൽ അതെല്ലാം തന്നെ കേരളത്തിൽ തന്നെ നമുക്ക് സാധ്യമാണ്. മേജർ ആശുപത്രിയിലെല്ലാം തന്നെ PMR ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡോക്ടർമാർ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ സ്റ്റിമുലേഷൻ, മസിൽ സ്റ്റിമുലേഷൻ അങ്ങനെയുള്ള പല ചികിത്സാ രീതികളും വെറുതെ ഒരു പാസീവ് ഫിസിയോയേക്കാളും കൂടുതൽ നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും സാധ്യമാണ്. പലതിലും നമ്മൾ ഒരിക്കലും റിക്കവറി ഇല്ലയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും നമുക്ക് നല്ല രീതിയിൽ ഒരു റിക്കവറി സാധ്യമാകുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ അല്ലെങ്കിൽ ഒരു ആൻറ്റികോഗുലേഷൻ അങ്ങനത്തെ ആ തരത്തിലുള്ള ചികിത്സകളാണ് നമ്മൾ കൊടുക്കുക സാഹചര്യങ്ങളനുസരിച്ച്. ചില ആൾക്കാർക്ക് നമുക്ക് ആസ്പിരിൻ മാത്രം മതിയാവും. ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു രക്തക്കുഴലിൻ്റെ അസുഖമുള്ളവർക്ക് 2 മരുന്ന് വേണ്ടി വരും. അപ്പോൾ ഈ റിസ്ക് ഫാക്ടർ കൺട്രോളും മെഡിസിൻസും, പ്രഷറിൻ്റെ നിയന്ത്രണം, ഷുഗറിൻ്റെ നിയന്ത്രണം, കൊളസ്ട്രോളിൻ്റെ നിയന്ത്രണം, വ്യായാമം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഷുഗറിൻ്റെ നിയന്ത്രണത്തിന് ഭക്ഷണം മാത്രം പോരാ, മരുന്ന് മാത്രം പോരാ, വ്യായാമം കൂടി വേണം. കാരണം ടൈപ്പ് 2 ഡയബറ്റീസിൽ ഒരു വലിയ കാര്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അമിതവണ്ണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു. അല്ല ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ അത് പ്രവർത്തനത്തിലുള്ള വൈകല്യമാണ്. അപ്പോൾ നമുക്ക് വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.